ഞാനിപ്പോൾ നിൽക്കുന്നത് കൊൽക്കത്തയിലെ നമ്മുടെ SKSF നാഷണൽ കമ്മിറ്റിയുടെ സമ്മേളനം നടക്കുന്ന കൊൽക്കത്തയിലെ ഹജ്ജ് ഹൗസിന് മുൻപിലാണ്. വളരെ സന്തോഷകരമായ ഒരു ചിത്രങ്ങളും വാർത്തകളും നിങ്ങളെ അറിയിക്കാൻ, ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുക എന്നതാണ് ഈ ദൃശ്യത്തിൻ്റെ ഉദ്ദേശം. കാരണം നമ്മൾ സമസ്തയുടെ സമ്മേളനം എന്ന് പറയുന്നത് കോഴിക്കോട്ടും മലപ്പുറത്തും കണ്ണൂരിലും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും കൊല്ലത്തും ഒപ്പം തന്നെ ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെ നമ്മൾ ഒരുപാട് സമ്മേളനം നടത്തിയതാണ്. അത്ഭുതം തീർത്ത ബാംഗ്ലൂർ സമ്മേളനത്തിന് ശേഷം SKSFൻ്റെ സമസ്തയുടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ SKSFൻ്റെ ഒരു നാഷണൽ സമ്മേളനം കൊൽക്കത്തയിൽ നടക്കുമ്പോൾ സമസ്ത കോഴിക്കോട്ടേക്ക് വിളിച്ചാൽ വരുന്നത് പോലെ അപാലവൃത്തം ജനങ്ങൾ ബംഗാളിൽ നിന്നും SKSFൻ്റെ വിളി കേട്ട് വന്നിട്ടുണ്ട് എന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ ഹജ്ജ് ഹൗസിൻ്റെ മുൻപിൽ നിരവധി വാഹനങ്ങൾ ഇവിടുത്തെ പ്രവർത്തകർ എത്തിച്ചേർന്ന ഈ പ്രദേശത്തെ നിരവധി ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന, ഒരുപക്ഷെ ഈ ഹജ്ജ് ഹൗസിൻ്റെ മുൻപിൽ ഇവിടെ ഈ പാതയിലൊന്നും വാഹനങ്ങൾ നിർത്താൻ അനുവദിക്കാറില്ല ഹജ്ജ് സീസണിൽ അല്ലാത്ത സമയത്ത്, ഹജ്ജ് ഹൗസ് പ്രവർത്തിക്കുന്ന സമയത്തല്ലാതെ. എന്നാൽ അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുമെന്നത് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഹജ്ജ് ഹൗസിൻ്റെ മുൻപിലേക്ക് വന്നാൽ ആലിയ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിൻ്റെ മുൻപിലും ഹജ്ജ് ഹൗസിൻ്റെ മുൻപിലുമായി നൂറുകണക്കിന് ഈ ബംഗാളിലുള്ള ഈ SKSF നാഷണൽ സമ്മേളനത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് വന്നിട്ടുള്ള നൂറുകണക്കിന് പ്രവർത്തകരെ നമുക്ക് കാണാം. വാഹനം ഇറങ്ങി അവർ ഈ സമ്മേളന നഗരിയിലേക്ക് നടന്നെടുക്കുകയാണ്. സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ, സമ്മേളനം നേരത്തെ തീരുമാനിച്ചിരുന്നത് കൊൽക്കത്ത ന്യൂ ടൗണിലെ ബിഷ ബംഗ്ല കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു. പക്ഷേ അവിടെ വളരെ പെട്ടെന്ന് ഒരു അസാധാരണമായൊരു സംഭവം നടക്കുന്നു. ഷോർട്ട് സർക്യൂട്ട് എന്ന ഒരു കണ്ടെത്തൽ അവിടെ നടത്തിയതിനെ തുടർന്ന് ഹജ്ജ് ഹൗസിലേക്ക് തന്നെ വീണ്ടും നമ്മുടെ ഈ സമ്മേളനം ഇവിടെ തന്നെ സ്ഥിരമാക്കുന്ന, വളരെ പെട്ടെന്ന് താൽക്കാലികമായ സംവിധാനം ഒരുക്കേണ്ടി വന്ന ഒരു ഘട്ടം കൂടി നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ കൊൽക്കത്തയിൽ 5 ദിവസത്തോളം കനത്ത മഴയുടെ ഒരു സാധ്യത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇന്നേക്ക് 4-ാം ദിവസമാണ് നമ്മളിവിടെ എത്തുന്നത്. ആദ്യ 2 ദിവസങ്ങളിൽ കനത്ത മഴ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉള്ള ഒരു ദിവസം നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ, ഇന്ന് ഈ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ വലിയ ആകാശം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമുണ്ട്. മഴ ചെറുതായിട്ടൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തെ അത് ഏത് രീതിയിൽ, പക്ഷേ അതൊക്കെയാണെങ്കിൽ പോലും ഇവിടെയുള്ള ആളുകൾ വളരെ കൃത്യമായി ഇവർ SKSFൻ്റെ ടാഗ് ഓരോ പങ്കെടുക്കുന്ന ഓരോ ആളുകളുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച ടാഗുകൾ ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഇവരുടെ ഡെലിഗേറ്റ് കോൺഫറൻസ് മസ്താബ് ഷെയ്ഖ് ഡെലിഗേറ്റ് എന്ന് പറയുന്ന അവരുടെ ചിത്രം ഉൾപ്പെടെ വെച്ച്, അഥവാ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സമ്മേളനം ഒരുപക്ഷെ പ്രതിനിധി സമ്മേളനത്തിലാണ് നമ്മൾ കാണാറുള്ളത്. അവർക്കൊക്കെ ടാഗുകൾ കൊടുത്ത് അവരെ വിളിക്കും. പക്ഷെ ഒരു പൊതുസമ്മേളനത്തിന് ഇത്രമാത്രം ടാഗുകൾ ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്മേളനത്തിൻ്റെ ഒരു സ്റ്റൈല് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കിദർസെ സുന്ദർബോൺ. അപ്പോൾ അങ്ങനെ ബംഗാളിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കേറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഹജ്ജ് ഹൗസിൻ്റെ സമ്മേളനം നടക്കുന്ന പ്രദേശത്തേക്ക് കയറി ചെന്നാൽ നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ തന്നെ പോകാം. ഹജ്ജ് ഹൗസിൻ്റെ പ്രധാന ഗേറ്റ് തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉപ ഗേറ്റ് കൂടി തുറന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് ഹജ്ജ് ഹൗസിനകത്തേക്ക് പ്രവേശിക്കാം. ഹജ്ജ് ഹൗസിനകത്തും ഇതേ കാഴ്ച തന്നെയാണ്. ആളുകളൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഹജ്ജ് ഹൗസിൻ്റെ പുറത്തെ, അഥവാ ഹജ്ജ് ഹൗസിൻ്റെ പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ സമ്മേളനത്തിൻ്റെ വേദി ഒരുക്കിയിട്ടുള്ളത്. ആ വേദിയുടെ ഒരു കാഴ്ച കൂടി നമുക്ക് കാണിക്കേണ്ടതുണ്ട്. നമുക്ക് ആ വേദിയുടെ കാഴ്ചയിലേക്ക് കിടക്കാം. നമ്മളിവിടെ ഈ ഹജ്ജ് ഹൗസിൻ്റെ കാഴ്ചകൾ പറയുമ്പോൾ, ഹജ്ജ് ഹൗസിൻ്റെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഹജ്ജ് ഹൗസിലേക്ക് ഈ വേദി മാറ്റി പുനർനിർണ്ണയിക്കുകയാണ്. ഒരു മഴയുടെ ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. സിദ്ദീഖ് തങ്ങൾ ഒപ്പം നമ്മുടെ കൂടെയുണ്ട്. തങ്ങളെ, നമ്മൾ കോഴിക്കോട്ടൊക്കെ സമ്മേളനം നടക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ച പോലെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആളുകൾ ഇങ്ങനെ, ഇത് ആലപ്പുഴയല്ല, ബാംഗ്ലൂരല്ല, ചെന്നൈ അല്ല, കൊൽക്കത്തയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ കണക്കൂട്ടലൊക്കെ തെറ്റിക്കുന്ന രീതിയിലാണ് സത്യത്തിൽ നമ്മൾ ഒരു കേരളത്തിൽ ഒരു സമ്മേളന നഗരിയിൽ പോകുന്ന ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ അതിനേക്കാളേറെ മലയാളികളല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ജനബാഹുല്യമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അവിടെ സമ്മേളന നഗരിയിൽ വിവിധ സെഷനുകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ആൾക്കൂട്ടങ്ങൾ കണ്ടുകൊണ്ട് എല്ലാം വിവിധ മേഖലകളിൽ വന്ന
പ്രതിനിധികളൊക്കെ അത്ഭുതം കൂറുകയാണ്. അൽഹംദുലില്ലാ വളരെ പെട്ടെന്ന് തന്നെ സമ്മേളനം നഗരി മാറ്റേണ്ട സാഹചര്യം ഉണ്ടായി. എങ്കിലും വളരെ വിശാലമായ ഗ്രൗണ്ടിൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ നഗരി സമ്മേളനം തുടങ്ങുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ കേരളത്തിലെ കോഴിക്കോട് കടപ്പുറത്തും മറ്റൊക്കെ കാണുന്ന സമ്മേളനത്തെക്കാൾ ഏറെ താല്പര്യം നൽകുന്ന ഒരു സാഹചര്യം ഈ ഹജ്ജ് ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള നഗരി കാണുകയാണ്. SKSFൻ്റെ ദേശീയ തലത്തിലുള്ള മുന്നേറ്റത്തിന് ഈ സമ്മേളനം വലിയ ഒരു ചരിത്രം രചിക്കും എന്ന് വളരെ പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഏതായാലും 17 സംസ്ഥാനങ്ങളിലുള്ള പ്രതിനിധികളാണ് ഈ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ക്യാമ്പിൽ ഇന്നലെയും ഏകദേശം 24 മണിക്കൂറോടടുക്കുന്ന ഈ ഒരു ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളത്. ഏകദേശം അവരെല്ലാവരും തന്നെ ഈ 17 സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായ സെഷനുകൾ, വിവിധങ്ങളായ വിഷയങ്ങൾ, വിവിധങ്ങളായ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചു. പുതിയ നാഷണൽ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിലേക്ക് വരും. നമുക്കിവിടെ ഹജ്ജ് ഹൗസ് പള്ളിയാണിത്, ഹജ്ജ് ഹൗസ് മസ്ജിദ്. ആ മസ്ജിദിൻ്റെ മുൻപിലുള്ള കാഴ്ചകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത്രമാത്രം ഒരു ജനക്കൂട്ടം തന്നെ എന്ന് വേണം നമുക്ക് പറയാം. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഒരു കാഴ്ച. അത് കഴിഞ്ഞ് നമ്മൾ ഹജ്ജ് ഹൗസ് പള്ളിയുടെ പിറകുവശത്തുള്ള മൈതാനത്താണ്, അഥവാ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ വേദി ഒരുക്കിയിട്ടുള്ളത്. ആ വേദിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു വേദി എന്ന് പറയുന്നത് ഈ ഹജ്ജ് ഹൗസ് മസ്ജിദിൻ്റെയും അതോടൊപ്പം തന്നെ ആലിയ യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ ഇടയ്ക്കുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്താണ്, അഥവാ ഹജ്ജ് ഹൗസിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയുള്ള സ്റ്റേജിലാണ് നമ്മുടെ ഇവിടെയുള്ള ഈ സ്ഥലത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. ഏകദേശം 5000-ഓളം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ ഒരു ഗ്രൗണ്ട് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലാണ് നമ്മുടെ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മേളനത്തിൻ്റെ കാഴ്ചകൾ അത് വളരെ മനോഹരമായി സുപ്രഭാതം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടും. അതിനുശേഷം പുതിയ കമ്മിറ്റി ഭാരവാഹികൾ അതോടൊപ്പം തന്നെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഈ ചടങ്ങിൽ ഈ ബംഗാളിലെ അതല്ലെങ്കിൽ ഈ കൊൽക്കത്തയിൽ നടക്കുന്ന ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നതും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒന്നാണ്. ഇവിടെ നമ്മുടെയൊക്കെ സമ്മേളനങ്ങളിലെ പോലെ തന്നെ പ്രധാനപ്പെട്ട കാഴ്ചകൾ, പ്രത്യേക VIP ഇരിപ്പിടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരെയും ഒരുക്കിക്കൊണ്ടുള്ള ഒരു സമ്മേളനത്തിൻ്റെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇപ്പോൾ ഈ മൈതാനത്ത് നേരത്തെ തന്നെ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 4 മണിയോടുകൂടി തന്നെ നമ്മുടെ സമ്മേളന നടപടികൾ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും വളരെ വലിയൊരു ആവേശം ഈ ഒരു സമ്മേളനത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നത് ഏറ്റവും മനോഹരമായ ഒന്നാണ്. ഇതൊരു ചരിത്രത്തിലേക്കുള്ള ഒരു നടന്നുകയറ്റമായിട്ട് തന്നെ നമുക്ക് ഈ സമ്മേളനത്തെ വിലയിരുത്താം.